ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടട്ടെ. വലിയ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഈശോ പറയുന്നു, നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. നിന്റെ സങ്കടത്തിന്, നിന്റെ പ്രതിസന്ധിക്ക്, നിന്റെ ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകും. വിശ്വസിക്കണം, വിശ്വസിക്കണം. അത് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിയിൽ ഈ ശുശ്രൂഷ സമയത്ത് പ്രവർത്തിക്കും. ഈ വ്യക്തി ഒരുപക്ഷെ വലിയ തകർന്ന അവസ്ഥയിലായിരിക്കും, പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വലിയ കരച്ചിലായിരിക്കും, വലിയ ഭാരത്തിലായിരിക്കും, ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കും. പക്ഷെ നീ വിശ്വസിക്കുക, ഇപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കണ്ണടച്ചോളൂ. നിങ്ങൾ വിശ്വസിക്കണം, ഇത് നിസാരപ്പെട്ട ഒരു ശുശ്രൂഷയല്ല, മറിച്ച് പോട്ട ആശ്രമത്തിലെ വലിയ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവ് തിരഞ്ഞെടുത്തവരാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ. ആ കൈയങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകരെ നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളുടെ മകൻ്റെയും മകളുടെയും ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളുടെ മുഖം മനസ്സിൽ കാണണം. നിങ്ങളുടെ പ്രിയപ്പെട്ട അനേകരുടെ മുഖങ്ങൾ മനസ്സിൽ കാണണം. ഇതാ ഈ സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്, ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരായിരിക്കുന്നിടങ്ങളിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കും. വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് അൾത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ അങ്ങേയറ്റം തകർന്നു പോയ സമൂഹ മധ്യത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാൾ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ച എൻ്റെ ആദ്യത്തെ ചോദ്യം, ചേട്ടനെ കുറിച്ച് ഒത്തിരി കഥകളൊക്കെ പത്രത്തിലും യൂട്യൂബറൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെ ഈ പുഞ്ചിരിച്ചോണ്ടൊക്കെ നിൽക്കാൻ പറ്റുന്നത്? ഈ പുഞ്ചിരി ഇതൊരു അഭിനയമാണോ? എൻ്റെ ചോദ്യം. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ഉടനെ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് അഭിനയമൊന്നുമല്ല. ഈ ചിരിയുണ്ടല്ലോ, ഇതെനിക്ക് സമ്മാനിക്കുന്നത് ഒരു കരച്ചിൽ നിന്നാണ്. അപ്പം ഞാൻ ചോദിച്ചോ, അതെങ്ങനെയാ? അച്ഛാ, ഇപ്പം എൻ്റെ പ്രാർത്ഥന രീതി അതാണ്. അച്ഛൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛാ, ഞാൻ അത്രമേൽ നാണം കെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നാണം കെട്ടൊരവസ്ഥ. അങ്ങനെയാണ് അയാൾക്ക് നാട്ടിലുണ്ടായൊരു പ്രശ്നം. ഇപ്പം ഈ യൂട്യൂബിലും പത്രത്തിലൊക്കെ എടുത്തങ്ങോട്ട് പെരുമാറി ഇദ്ദേഹത്തെ. അപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ആ നാളുകളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ പോയി മണിക്കൂറുകൾ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുണ്ടായിരുന്നവർ അവസാനം എന്നെ കുറ്റപ്പെടുത്തി എന്നല്ലാതെ അവരാരും എന്നെ ആശ്വസിപ്പിച്ചില്ല. ചിലരൊക്കെ പറഞ്ഞു ഡോണ്ട് വറി. പക്ഷെ അച്ഛാ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടിയില്ല. എൻ്റെ നാട്ടുകാരുടെ പലരുടെയും മുമ്പിൽ ഞാൻ പോയിരുന്ന് കരഞ്ഞു. അവസാനം ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. ഞാൻ വിചാരിച്ചു, എൻ്റെ രക്തമല്ലേ എൻ്റെ വീട്ടുകാർ, അവർക്ക് എന്നെ മനസ്സിലാവും.
എന്നാൽ അച്ഛാ അവർക്കും എന്നെ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ കരഞ്ഞു മടുത്തില്ലേ? അതെ അച്ഛാ, ഞാൻ കരഞ്ഞു മടുത്തു. അവസാനം ഞാൻ ചെന്നെത്തിയ ഇടം എൻ്റെ ഇടവക പള്ളിയിലെ അൾത്താരുടെ മുമ്പിൽ. അച്ഛാ, കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ മണിക്കൂറുകൾ ആൾത്താരുടെ മുമ്പിൽ ഇരുന്ന് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ പൊട്ടി 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 മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് കരയും. അച്ഛൻ, ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് എൻ്റെ കരച്ചിൽ നിന്ന് കണ്ണുനീര് അറിയാവുന്നവൻ്റെ വില അറിയാവുന്നവൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയ കൃപയാണ്. അച്ഛാ, എൻ്റെ പ്രാർത്ഥന അതാണ്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ചൊല്ലാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരയും. ഞാൻ അല്പസമയം കരഞ്ഞിട്ട് അവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല പ്രകാശം. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് നന്നായി കരയാൻ വേണ്ടിയിട്ടാണ്. ആരുടെ മുമ്പിൽ കരയണം? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിലല്ല, മറിച്ച് കരയേണ്ടവൻ്റെ മുമ്പിൽ കരയണം. ശക്തമായ കരച്ചിൽ എന്നുള്ളതൊരു വലിയ പ്രാർത്ഥനയാണ്. കരച്ചില് ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നിസ്സഹായന്റെ കരച്ചിലിന്റെ മുമ്പിൽ ദൈവം ഇടപെടും. സങ്കീർത്തനം 56:8. ഏതാ വചനം? എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവമേ, അത് അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. വലതുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച ചിലരെ പെട്ടെന്നൊന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. എഴുതിയൊക്കെ എടുക്കാമെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണം. എന്തിനാണെന്നറിയാവോ? നമ്മൾ കരയുന്നത് ഇത് വെറുതെ അല്ലെന്നും ഈ കരച്ചിലിന് ഒരർത്ഥമുണ്ടെന്നും വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാം പ്രവചനം, ബൈബിൾ തുറക്കുന്നു. നമ്മൾ ചില വചനഭാഗങ്ങളിലൂടെ ചില വ്യക്തികൾ ദൈവസന്നിധിയിൽ കരഞ്ഞതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഹന്നാമ്മയുടെ കരച്ചിലാണ്. ഹന്ന എന്തിനു വേണ്ടി കരഞ്ഞു? ചോദ്യം പറ, പെട്ടെന്ന് ഇതൊക്കെ അറിയാവുന്ന പറ. ഹന്ന കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഹന്നയ്ക്ക് ജർമ്മനി പോകാനായിട്ട് B2 കിട്ടിയില്ല, ആണോ? അതാണോ? അല്ലെന്ന്. പിന്നെ എന്തിനാ ഹന്ന കരഞ്ഞേ? ഹന്ന കരഞ്ഞത്, കർത്താവേ എനിക്കൊരു കുഞ്ഞില്ല. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ഹന്നാമ്മ കരച്ചിലോട് കരച്ചിൽ. സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം തിരുവചനം ഒന്ന് വായിച്ചേ. 10ഉം 15. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 വേർഡ്സ് 10 and 11 വായിക്കാം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്തു കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അതായത് ഹന്നാമ്മ എവിടെ ഇരുന്ന കരഞ്ഞത്? അയൽക്കൂട്ടത്തിലാണോ? അല്ലെന്ന്. തൊഴിലുറപ്പാണോ? അല്ല, അവിടെയല്ല. ചായക്കടയിൽ ആണോ? എവിടെ ഇരുന്ന ഹന്നാമ്മ കരഞ്ഞത്? ഹന്നാമ്മ കരഞ്ഞത് ദൈവസന്നിധിയിലാണ്. ശ്രദ്ധിച്ചോണം. ഇനിമേലിൽ നീ കരയുമ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ ഇരുന്നല്ല കരയേണ്ടത്. എവിടെ ഇരുന്ന് കരയണം? കരയേണ്ടവന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. കരച്ചില് നല്ലൊരു പ്രാർത്ഥനയാണ്. ഇവിടെ ഇരുന്ന് കരയുന്നവർ ശ്രദ്ധിക്കണം. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നതൊരു പ്രാർത്ഥനയാണ്. ഹന്നാമ്മ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ജീവിതത്തില് ഉത്തരം കിട്ടാത്തൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഹന്നാമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 17-18 വചനം വായിച്ചേ. ചാപ്റ്റർ 1 വേർഡ് 17 and 18. അപ്പോൾ ഏലി എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തിലെ പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക.
ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അടുത്ത വചനം. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം കണ്ടോ, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ലെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ അവൾ മ്ലാനവദനയായി ദുഃഖിച്ചു നടന്നിട്ടില്ലെന്ന്. ഞാൻ നേരത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ, നല്ല പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്തായിരുന്നു? സഹോദര, ഇത്രയും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എങ്ങനെ ഈ ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ? ഞാൻ പള്ളിയിൽ അൾത്താരുടെ മുമ്പിൽ ഇരുന്ന് മണിക്കൂറുകൾ കരഞ്ഞാണ് ഞാൻ ഇങ്ങനെ ചിരിക്കാൻ പഠിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്നാമയെ കുറിച്ച് വചനം പറയുന്നു, പിന്നീട് അവൾ മ്ലാനവദനയായിട്ടില്ല. അവൾ എന്നും ദൈവസന്നിധിയിൽ കിട്ടിയ കൃപ, സന്തോഷത്തിന്റെ കൃപ. അതിനർത്ഥം തൊട്ടടുത്ത വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിച്ചേ. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം രാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വചനം 20-ാം വചനം. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേര്. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം, ഉച്ചത്തിൽ പറ, സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങി. എങ്ങനെ ചോദിച്ചു വാങ്ങി? കരഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷയറ്റ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അനേകർക്ക് മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നൊരു പാഠം, നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞാൽ ആ കരച്ചിലിന് അർത്ഥമുണ്ട്. നിന്റെ കരച്ചിലിൽ ദൈവം ഉത്തരം നൽകിയിരിക്കും. ഹല്ലേലൂയാ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പോവാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവും പേറി പ്രാർത്ഥിക്കുന്ന അനേകരെ നിങ്ങൾ മനസ്സിൽ കാണണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, ഒരു കുഞ്ഞിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ? കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ച് മടുത്തിട്ടുണ്ടോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിൽ, ജോലി സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? കൈകൾ ഉയർത്തുക. ഇതാ സാമുവേലിന്റെ 1-ാം പ്രവചനം 1-ാം അധ്യായം. ഹന്ന നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലും പ്രതീക്ഷയറ്റ് നിസ്സഹായതയുടെ നടുവിൽ ഞാനും കരയുന്നു. ദൈവമേ, എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ ഒന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 2 കരങ്ങളും ഉയർത്തി അറിയാവുന്നവർ ചേർന്ന് പാടിക്കേ. കണ്ണീർ, ആമേൻ. നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? യേശുവേ, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകിച്ച് മക്കളില്ലാത്ത അനേക ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ അങ്ങ് പ്രവർത്തിക്കണമേ. സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ദൈവമേ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് മേൽ അങ്ങൊരു പാഠം പഠിപ്പിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങി. എൻ്റെ കരച്ചിലിനൊരർത്ഥമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും അങ്ങ് ഇടപെടുന്നു. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് കർത്താവെ ഇതെന്നിൽ സംഭവിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കുന്നു. കർത്താവെ, എൻ്റെ കരച്ചിലിന് ഉത്തരം നൽകുന്ന ദൈവമേ, ഞാൻ ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഉച്ചത്തിൽ പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ.